ഏകദേശം 1 വർഷത്തോളമായി. ഡിസംബറിലാണ് അതിൻ്റെ വാറണ്ടി തീരുന്നത്. അതായത് ഇപ്പം കംപ്ലൈൻറ്റ് വന്നായിരുന്നു, അതായത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനത് കമ്പനിക്ക് വിളിച്ചത് കംപ്ലൈൻറ്റ് അതായത് വിളിച്ച് അപ്പോഴും തന്നെ സ്പോട്ടിൽ വിളിച്ചു, അപ്പോഴും തന്നെ കംപ്ലൈൻറ്റ് ചെയ്തു വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിന് അപ്പോഴും തന്നെ അവരത് പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിക്കപ്പ് ചെയ്ത് അഡ്രസ്സും എല്ലാം ഡീറ്റെയിൽസ് ഫുള്ള് ചോദിച്ചായിരുന്നു. അതായത് നമ്മൾ ഞാൻ നോയ്സിൻ്റെ സൈറ്റിൽ നിന്ന് മേടിച്ചു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു, മൊബൈൽ നമ്പറും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അഡ്രസ്സ് അതിൽ തന്നെ അവർ പിക്ക് ചെയ്തായിരുന്നു. എൻ്റെ വാച്ച് അപ്പോഴാണ് ആ സ്പോട്ടിൽ പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയി. എന്നുവെച്ചാൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കൊറിയർ വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അവിടെ എത്തുന്നവരുള്ള അതിൽ കംപ്ലീറ്റ് മെയിലും എനിക്ക് വന്നിരുന്നു. അതായത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്ക് ചെയ്തിട്ടുള്ള മെയിലും വന്നിരുന്നു. അപ്പോൾ വാച്ച് എനിക്ക് അത് കംപ്ലൈൻ്റ് ആണ്, ആ പ്രോഡക്റ്റ് ഇപ്പോൾ അവരുടെ ഔട്ട് ഓഫ് സ്റ്റോക്കില്ല. അങ്ങനെ ഇന്ന് എനിക്ക് മെയിൽ വന്ന് പുതിയ വാച്ച് എടുക്കാമെന്നുള്ള രീതിയിൽ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ കാറ്റഗറി വരുന്ന 3-4 വാച്ചുകളാണ് എനിക്ക് ആ കാറ്റഗറി ആയിട്ട് തിരിച്ച് തന്നിട്ടുള്ളത്. അപ്പം അതിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാച്ചുകളുണ്ട്. ഇപ്പം നമുക്ക് ഏത് വാച്ച് വേണമെന്നാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പോഴത്തേക്ക് ഇപ്പം നോയ്സ്, ബോട്ട്, ഫയർബോട്ട് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ എല്ലാവരും ആ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് അപ്പോഴേ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ സാധാരണ ഇങ്ങനെ ബോട്ടൊക്കെ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോ ഉണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അത് തന്നെ പുതിയ വാച്ച് അയച്ചു കൊടുക്കും. ആ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബോട്ടിൻ്റെ കാര്യം ഏകദേശം ഇതിനൊക്കെ തന്നെയാണ്. അതായത് നോയ്സ് അവരെനിക്ക് പുതിയ വാച്ച് അതായത് ഇപ്പം ഷിപ്പ് ചെയ്ത, അതായത് ഞാൻ പുതിയ വാച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പുതിയ വാച്ച് കൊടുക്കുന്നതെന്ന്. കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ഇല്ല. അതായത് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചാണ് കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്തത്. പിന്നെ ആ വാച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ. പിന്നെ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് പുതിയ കിടിലൻ വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ബൈ. എനിക്ക് നോയ്സിൽ നിന്ന് വന്ന മെയിൽ, അതായത് അതിനകത്ത് നമ്മൾ ട്രാക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് വാച്ച് അവർക്ക് എൻ്റെ വാച്ച് ഔട്ട് ഓഫ് സ്റ്റോക്കില്ല, അതിന് പകരം എനിക്ക് വേറെ വാച്ച് ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന അന്ന് മേടിച്ചാലുള്ള വാച്ചായിരുന്നു. ആ വാച്ചിന് പകരം എനിക്ക് വേറെ വാച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഇത്രയും വാച്ചുകളുണ്ട്, ആ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന വാച്ച്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നത് അതിപ്പം ഒരുപാട് മോഡൽസ് ഉണ്ട്. ഞാനിപ്പം ഈ മോഡൽസൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതിനനുസരിച്ച് എന്നുവെച്ചാൽ ആ വരുന്ന മെയിലനുസരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വാച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ അവർ ഏത് കാറ്റഗറിയാണോ ഇടുന്നതനുസരിച്ച്. അപ്പോൾ ഒരുപാട് വാച്ചുകൾ, നോയ്സ് ഉണ്ട്, ഫയർബോട്ടുണ്ട്, ബോട്ടുണ്ട്. ഞാനിപ്പം അന്ന് ഓരോരുത്തർ വാങ്ങിച്ച് അന്ന് റിവ്യൂ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ വാച്ച് മേടിച്ചത്. അപ്പോൾ മേടിച്ചപ്പോഴത്തേക്ക് ഇതിപ്പം 1 വർഷം തീരുന്ന കംപ്ലൈൻ്റ് ആയി. അപ്പം ഞാൻ അത് കമ്പനിക്ക് കൊടുത്ത് അങ്ങനെ ഞാനിപ്പം ജസ്റ്റ് വ്യൂ മോർ കൊടുക്കുന്നു. എനിക്ക് ഈ വാച്ചാണ് വേണ്ടത്. അപ്പം അതിനകത്ത് ജസ്റ്റ് അതിനകത്തിപ്പം ഒരുപാട് കളറുണ്ട്. ഇപ്പം ഇത് ലെതർ സ്ട്രാപ്പ്, മറ്റേ ആർട്ടിമൻ സിലിക്കോണ്, പിന്നെ ഇത് ഇത് സിൽവർ ചെയിൻ വരുന്നത്. എനിക്ക് ചെയിൻ അത്ര താല്പര്യമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറ് കൊടുക്കുന്നു. അപ്പം ജസ്റ്റ് കൺഫേം കൊടുക്കുക. അതുപോലത്തെ കുറച്ച് എഗ്രിമെൻറ്റുകളുണ്ട്, ഞാനത് ജസ്റ്റ് ഈ അസെറ്റ് ആൻഡ് കൺഫേം എഗ്രിമെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ. അപ്പം അത് താങ്ക് യു എന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ജസ്റ്റ് അഡീഷണൽ എന്തെങ്കിലും കണ്ടൻറ്റോ സർവീസോ, ഞാനിപ്പം ഫുൾ സ്റ്റാർ റേറ്റിങ്ങും ജസ്റ്റ് ഡണ്ണെന്നും കൊടുക്കുന്നു. ഇപ്പം അത് നമുക്ക് അവർ ഡിസ്പാച്ചായിട്ട് അയച്ചു തരും. അതായത് ഇതിപ്പം ഓർഡർ കൺഫേം എനിക്ക് 20 ഡേറ്റും വന്നിട്ടുണ്ട്, പിക്കപ്പ് ഫുൾ ഡീറ്റെയിൽസ്. ഇനി ഇത് ഡെലിവേർഡ് ആയതിൻ്റെ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ബൈ.